ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിച്ചിരിക്കുകയാണ്. 8 പന്ത് ബാക്കിയാക്കി 6 വിക്കറ്റിനായിരുന്നു ചെന്നൈയുടെ വമ്പൻ വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB 6 വിക്കറ്റിന് 173 റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ചെന്നൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. രചിൻ രവീന്ദ്ര, അജിൻക്യ രഹാനെ, ഡാരി മിച്ചൽ, ശിവം ദുബെ, രവീന്ദ്ര ജഡേജ എന്നിവരെല്ലാം ചെന്നൈക്ക് ബാറ്റിംഗിൽ തിളങ്ങി. എന്നാൽ CSKയുടെ മാച്ച് വിന്നറായി മാറിയത് പേസർ മുസ്തഫിസുർ റഹ്മാനാണ്. 4 ഓവറിൽ 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളാണ് മുസ്തഫിസുർ പിടിച്ചത്. ചെന്നൈയുടെ ഹീറോ ആയി മാറാനും തുറുപ്പുചീട്ടായി മാറാനും മുസ്തഫിസുറിന് സാധിച്ചു. കട്ടറിലൂടെയും സ്ലോ ബോളുകളിലൂടെയും RCB ബാറ്റർമാരെ വേർപ്പിച്ച് ആദ്യ മത്സരത്തിൽ തന്നെ മുസ്തഫിസുർ ഹീറോ ആയി മാറി. CSK ആരാധകർ ബംഗ്ലാദേശ് പേസറെ പ്രശംസിക്കുമ്പോൾ 2015 ആ പഴയ സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ഇടംകൈ പേസർ മുസ്തഫിസുർ റഹ്മാനും MS ധോണിയും തമ്മിലുള്ള ഉടക്കാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2015 ഇന്ത്യ ബംഗ്ലാദേശ് സീരീസിലായിരുന്നു സംഭവം. 308 റൺസ് പിന്തുടർന്ന ഇന്ത്യ ഇന്നിംഗ്സിന്റെ 25ാം ഓവറിലാണ് സംഭവം. റണ്ണിനിടെ ധോണിയുടെ വഴിമുടക്കുന്ന രീതിയിൽ മുസ്തഫിസുർ നിൽക്കുകയായിരുന്നു. തന്റെ വഴി നടന്ന മുസ്തഫിസുറിനെ കൈമുട്ടുകൊണ്ട് ധോണി തട്ടിമാറ്റുകയും ചെയ്തു. ഇടിയേറ്റ മുസ്തഫിസുർ നിലത്ത് വീഴുകയും ചെയ്തു. ഈ മത്സരത്തിന്റെ ആദ്യ സമയത്ത് രോഹിത് ശർമ്മയുടെ വഴിമുടക്കി മുസ്തഫിസുർ നിന്നിരുന്നു. അപ്പോൾ രോഹിത് മുന്നറിയിപ്പ് നൽകുകയും അമ്പയറോട് പരാതിപ്പെടുകയും ചെയ്തു. ഇതേ പ്രവൃത്തി ധോണിയോട് ആവർത്തിച്ചപ്പോൾ തിരിച്ച് ധോണി ഇടിച്ചു വീഴ്ത്തി. മത്സരത്തിൽ 5 വിക്കറ്റിനുമായി മുസ്തഫിസുർ തിളങ്ങിയെങ്കിലും ബംഗ്ലാദേശ് ഈ മത്സരം വിജയിക്കുകയും ചെയ്തു. അന്ന് ധോണിയെ പ്രകോപിപ്പിച്ച് പണിമേടിച്ച മുസ്തഫിസുർ ഇന്ന് ചെന്നൈയുടെ ഹീറോയായി മാറിയിരിക്കുകയാണ്. വരുന്ന മത്സരങ്ങളിലെല്ലാം മുസ്തഫിസുറിന്റെ ഈ മികവ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. വ്യത്യസ്തം തന്നെയായിരുന്നു മുസ്തഫിസുർ. നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ഡയർലൻസ് എന്നീ ടീമുകൾക്കായി കളിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യസ്തനായ മുസ്തഫിസുറിനെ ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചു. ആരാധകരുടെ ഏറ്റവും കൂടുതൽ ആവേശത്തിലാഴ്ത്തിയതും അതേ കാര്യമാണ്. അതോടൊപ്പം തന്നെ മുസ്തഫിസുറിന്റെ ജേഴ്സിയും പലരും ശ്രദ്ധിച്ചു. ചെന്നൈയുടെ സ്പോൺസർമാരിൽ ഒരാളായ മധ്യ ബ്രാൻഡിന്റെ ലോഗോ ജേഴ്സിയിൽ വെക്കാൻ താരം വിസമ്മതിക്കുകയും ചെയ്തു. പല താരങ്ങളും ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത്തരമൊരു നീക്കം ഒരു താരത്തിന്റെ കയ്യിൽ നിന്നും ഉണ്ടാകുന്നത്. അതിനും പല രീതിയിൽ മുസ്തഫിസുർ റഹ്മാന് അഭിനന്ദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഹാഷിം അംല, ഇക്ബാൽ അബ്ദുള്ള എന്നീ താരങ്ങളും തങ്ങളുടെ ടീമിൻ സ്പോൺസറായ മധ്യ ബ്രാൻഡിന്റെ ലോഗോ ജേഴ്സിയിൽ വെക്കുന്നതിൽ വിസമ്മതം അറിയിച്ചിരുന്നു. അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു പേരായി മുസ്തഫിസുറിനെ മാറിയിരിക്കുകയാണ്. ചെന്നൈ മത്സരങ്ങളിൽ ഇനി നിർണായകമാകാൻ പോകുന്ന മുസ്തഫിസുറിന്റെ സ്പെല്ലുകൾ തന്നെയാണ്. തന്റെ IPL മടങ്ങിവരവ് രാജകീയം തന്നെ ആക്കിയിരിക്കുകയാണ് മുസ്തഫിസുർ.